നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അവർ കോട്ടയത്തു നിന്നാണ്. എല്ലാ മാസവും മാസം തൊഴിലായിട്ട് ഭഗവാനെ കാണാനായിട്ട് വരാറുണ്ട്. അപ്പം നല്ലൊരു ഗുരുവായൂരപ്പ ഭക്തയാണ്. ഒപ്പം തന്നെ ഭഗവാനെ തൊഴുതിട്ട് മമ്മിയൂരപ്പനെയും തൊഴാറുണ്ട്, വടക്കുന്നാഥനെയും കൂടെ തൊഴുതിട്ടാണ് അവർ പോകാറുള്ളത്. അപ്പം നല്ലൊരു ശിവഭക്തയും കൂടിയാണ് കേട്ടോ. അപ്പം ഈ അമ്മ ചോദിച്ച ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോളെ ഇപ്പോൾ തൃശ്ശൂർ പൂരം വരാനായിട്ടൊക്കെ പോകുകയാണ്. അവിടെ നെയ്മല ഇടിഞ്ഞതിനെ കുറിച്ച് കേട്ടിരുന്നു. അതായത് വടക്കുന്നാഥൻ്റെ നെയ്മല ഇടിഞ്ഞതിനെ കുറിച്ച് കേട്ടിരുന്നു. അതേക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതേക്കുറിച്ച് തന്നെ പറയാം. അതായത് വടക്കുന്നാഥൻ്റെ നെയ്മലയെക്കുറിച്ച്, അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച്, അതിനെന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ അല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കുമോ, അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ പ്രധാന ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അലങ്കാരം പറയാം. ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ ഭഗവാനെ ആലിലക്കണ്ണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആലിലയിൽ കിടക്കുന്ന കുഞ്ഞുണ്ണികൃഷ്ണനായിട്ട്, വിരൽ കുടിക്കുന്ന കണ്ണനായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ പലർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു അലങ്കാരം തന്നെയാണ് കേട്ടോ ഈ ആലിലക്കണ്ണൻ എന്ന് പറയുന്നത്. അത് കാണാനും ഒരു കൗതുകമാണ്. ഭഗവാന്റെ അങ്ങനെയുള്ള ചിത്രങ്ങൾ വരച്ച് കാണുന്നതും നല്ല സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം ഇന്നലെ ഈ അലങ്കാരം പറയുന്ന സമയത്ത് നമുക്ക് പറയാനായിട്ട് നമ്മൾ ഒഴിച്ചുകൂടാത്ത ഒരു കാര്യം കൂടെ പറയാം. ഇന്നലെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു നാരായണീയത്തിൽ 40ാമത്തെ ദശകം പൂതനാമോക്ഷമാണ്. ഇന്നലെ തന്നെ ഭഗവാന്റെ പ്രിയപ്പെട്ട ഒരു ഭക്തൻ ഒരു സമ്മാനം കൂടെ, ഒരു വഴിപാടും കൂടെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കൃഷ്ണനാട്ടം കളിയിലെ അവതാരം ഉണ്ടല്ലോ, അവതാരത്തിലെ പൂതനാമോക്ഷത്തിലെ പൂതന കയ്യിലെടുത്തുകൊണ്ട് നടക്കുന്ന കൃഷ്ണന്റെ ഒരു പ്രതിമയാണ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നലത്തെ അലങ്കാരം ഒന്ന് നോക്കൂ. പൂതന ഭഗവാന്റെ അടുത്തേക്ക് വന്ന സമയത്ത് ഭഗവാൻ എത്രത്തോളം പ്രായമുണ്ട്, അതേ പ്രായത്തിലുള്ള ഭഗവാനാണ് കിടക്കുന്നുണ്ടായിരുന്നത്, വിരൽ കുടിക്കുന്ന കണ്ണനായിട്ട്. അപ്പൊ ഇതെല്ലാം ഒരു കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ചതെങ്കിൽ കൂടെ ഇതൊക്കെ ഭഗവാന്റെ നിശ്ചയാണെന്ന് വേണം പറയാനായിട്ട്. നമ്മൾ നാരായണീയം പൂതനാമോക്ഷം എഴുതുന്ന ദിവസം തന്നെ ആ ഒരു സമ്മാനം ഭഗവാന് സമർപ്പിക്കുക. അതേ പ്രായത്തിൽ അത് സ്വീകരിക്കാനായിട്ട് നിൽക്കുന്ന ഭഗവാനായിട്ട്, കിടക്കുന്ന ഭഗവാനായിട്ട്, ഒരു ആലിലക്കണ്ണനായിട്ട്, കുഞ്ഞുണ്ണികൃഷ്ണനായിട്ട് ഭഗവാൻ ശ്രീലകത്തുണ്ടാകുക. അപ്പൊ അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. ഭഗവാൻ നമ്മളോടൊപ്പം സംവദിക്കുന്ന നിമിഷങ്ങളാണ്. ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന കുറേ നിമിത്തങ്ങളാണ്. പൂതനയുടെ കാര്യം തന്നെ നോക്കൂ. എന്തോരം വലിയൊരു രാക്ഷസിയാണ്. ഭഗവാനെ വധിക്കാനായിട്ടാണ്, ക്രൂര മനസ്സോട് കൂടിയിട്ടാണ് വന്നതെങ്കിൽ കൂടിയിട്ട് ഒരു നിമിഷം ഭഗവാനെ കണ്ട ആ ഒരു മാത്രയിലെ മാതൃവാത്സല്യാണ് തോന്നിയത്. അതുകൊണ്ട് മാത്രമാണ് ഭഗവാൻ പൂതനയ്ക്ക് മോക്ഷം നൽകിയത്. തൻ്റെ അമ്മയായിട്ട് കണ്ടിട്ട്, അമ്മമാർക്ക് താമസിക്കാനുള്ള മുറിയായിരുന്നു ഭഗവാൻ വൈകുണ്ഠത്തിലെ പൂതനയ്ക്കായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് നോക്കൂ, എത്ര ക്രൂരന്മാരായിട്ടുള്ളവരാണെങ്കിൽ പോലും അവർക്കൊക്കെ ഭഗവാൻ മോക്ഷം നൽകുകയാണ് ചെയ്തത്. ഭഗവാനെ തൊട്ടതുകൊണ്ട്, ഭഗവാന്റെ സാമീപ്യം ഉണ്ടായതുകൊണ്ട്, ഭഗവാനെ കണ്ടതുകൊണ്ടൊക്കെയാണ് അവർക്ക് ഓരോരുത്തർക്കും മോക്ഷം ലഭിക്കുക. അപ്പൊ എത്ര മോശക്കാരാണെങ്കിലും മോക്ഷം ലഭിക്കാനായിട്ട് എന്ത് വേണം? ഭഗവാനെ അറിയണം. ആ കുഞ്ഞുണ്ണികൃഷ്ണനെ സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഈ ലോകത്തില്ല എന്നും കൂടെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. അപ്പൊ ഭഗവാന്റെ കാൽവിരൽ പിടിക്കുന്നത് പോലെ, കാൽവിരൽ ഉണ്ണുന്നത് പോലെ നമ്മളെല്ലാവരും ആ കുഞ്ഞിക്കാലുകൾ പിടിച്ചാൽ മതി. നമ്മുടെ മനസ്സുകൊണ്ട് ആ പാദങ്ങളിൽ ഒന്ന് നമസ്കരിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഭഗവാൻ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ആലിലക്കണ്ണൻ്റെ ആ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് എല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിലെ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ ഇനി നമുക്ക് വടക്കുന്നാഥൻ്റെ നെയ്മലയെ കുറിച്ച് പറയാം. അതായത് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഭഗവാന്റെ ആ ഒരു വിഗ്രഹം ഉണ്ടല്ലോ, അതിനടുത്ത് ഏകദേശം 10 അടിയോളം ഉയരത്തിലുള്ള ഒരു നെയ്മല ഉണ്ടെന്നാണ് പറയണത്. അതിന് മുന്നിലായിട്ടാണ് 14 ചന്ദ്രകലകളോട് കൂടിയിട്ട് ഏറ്റവും മുകളിൽ 3 സർപ്പശീർഷങ്ങളോട് കൂടിയിട്ടുള്ള വിഗ്രഹം ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെയ്യ് സാധാരണ ചൂടൊക്കെ തട്ടുന്ന സമയത്ത് ഉരുകി പോകുമല്ലോ, നിറയെ വിളക്കുകളൊക്കെ കൊളുത്തി വെക്കുന്ന ഒരു സ്ഥലമാണ്. എന്നിട്ട് പോലും അത് ഒരിക്കലും ഉരുകാറോ ഉറുമ്പരിക്കാറോ ഒന്നും ചെയ്യാറില്ല എന്നാണ് പറയുക. ഇനി ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഇപ്പോൾ അത് ഇളകി വീഴുമോ അല്ലെങ്കിൽ അടർന്നു വീഴുമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അനിഷ്ടങ്ങൾ സംഭവിക്കും എന്നാണ് ഒരു വിശ്വാസം. അത് വിശ്വാസികളുടെ ഒരു വിശ്വാസമാണ് കേട്ടോ. മുൻപൊക്കെ ഇതേപോലെ സംഭവിച്ച സമയത്ത് ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ, അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഇപ്രാവശ്യവും നിങ്ങളെല്ലാവരും അറിയുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു കാര്യം ചർച്ചയിലേക്ക് വരാൻ തന്നെ കാരണം, ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് മുന്നോടിയായിട്ട്, ഞായറാഴ്ചയാണ് തൃശ്ശൂർ പൂരം വരുന്നത്, ഒരു 3 ആഴ്ച മുൻപായിട്ട്
ഇങ്ങനെ ഈ ചെറിയൊരു ഭാഗം, ഈ നെയ്മലയുടെ ചെറിയൊരു ഭാഗം അടർന്ന് വീണിട്ടുണ്ടായിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ ഈ സംഭവിച്ച വലിയൊരു അപകടമാണ് ഇപ്പോൾ സംഭവിച്ചത്, വെടിക്കെട്ട് അപകടം. അപ്പോൾ അതൊരു നിമിത്തമായിരുന്നു എന്നാണ് പറയണത് വിശ്വാസികളൊക്കെ കേട്ടോ. അതൊരു വിശ്വാസമാണ്. ഭഗവാൻ ചിലപ്പോൾ നമുക്ക് കാണിച്ചു തരുന്ന ഓരോരോ നിമിത്തങ്ങൾ തന്നെ ആയിരിക്കാം. ശ്രദ്ധിക്കണം എന്നാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ അപകടങ്ങളൊക്കെ, ചില അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ, അതൊക്കെ പാലിക്കുകയാണെങ്കിൽ അപകടങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ തീവ്രതയൊക്കെ കുറയ്ക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം എന്താണ് വേണ്ടത്? ശ്രദ്ധയാണ് വേണ്ടത്. ഭഗവാൻ നമ്മുടെ അടുത്ത് നേരിട്ട് വന്ന് പറയൊന്നുമില്ല ഒരു കാര്യം. ഇങ്ങനെയുള്ള ഓരോ നിമിത്തങ്ങളിൽ കൂടെയാണ് നമുക്ക് കാണിച്ചു തരിക. അപ്പം അങ്ങനെ മുൻ വർഷങ്ങളിലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു നിമിത്തം കണ്ട സ്ഥിതിക്ക് ശ്രദ്ധിക്കണമായിരുന്നു. അത് തന്നെയാണ് ഭഗവാൻ നമ്മുടെ അടുത്ത് പറയുന്നത്. ഇതിപ്പോൾ ഒരു ഉദാഹരണമാണ്. ഇത് വലിയൊരു അപകടം സംഭവിച്ചത് കൊണ്ടാണ് എല്ലാവരും അറിഞ്ഞത്, അതേക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെയുള്ള നിരവധി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ഭഗവാൻ ഇങ്ങനെ കാണിച്ചു തരും. ചിലപ്പോൾ നമുക്കൊരു അപകടം ഉണ്ടാകാനായിട്ട് പോകുന്നതിന് മുൻപായിട്ട് ഇങ്ങനെയുള്ള നിമിത്തങ്ങൾ കാണിച്ചു തരും. ചിലപ്പോൾ ആ യാത്ര തന്നെ ഭഗവാൻ മുടക്കും. അപ്പം നമ്മൾ വിചാരിക്കും, അയ്യോ ഭഗവാൻ യാത്ര മുടക്കിയല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഭഗവാന്റെ തീരുമാനം എന്താ? നമ്മളെ ആ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കും. ഇതൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ എന്തായിരിക്കണം? നമ്മൾ ഭഗവാനോട് അടുത്ത് നിൽക്കണം എന്നാണ് പറയണത്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് വടക്കുന്നാഥൻ്റെ ഈ നെയ്മലയിലെ എന്തെങ്കിലും ഇപ്പം മാറ്റങ്ങൾ സംഭവിക്കുക, അടർന്ന് വീഴുക, ഉരുക, അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. ശരിക്കും വടക്കുന്നാഥനിലെ ഈ നെയ്മല ഉണ്ടായതിനെ കുറിച്ച് ഒരു കഥ പറയുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണ്? അതായത് പരശുരാമനാണ് തപസ്സു ചെയ്യുക. ഇപ്പോൾ ആ വടക്കുന്നാഥൻ ക്ഷേത്രം നിൽക്കുന്നതിൻ്റെ ഭാഗത്തായിട്ട് ഒരു ആൽമരം ഉണ്ട്. അതിന് ചുവട്ടിൽ ഇരുന്നിട്ട് തപസ്സു ചെയ്യാണ്. എന്നിട്ട് മഹാദേവനെ പ്രീതിപ്പെടുത്തി മഹാദേവൻ സകുടുംബം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത്. നാരദനും വേറെ ദേവന്മാരൊക്കെ വന്നു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് മഹാദേവന്റെ അടുത്ത് അഭ്യർത്ഥിക്കുകയാണ്, ഇവിടെ കുടികൊള്ളണം, ലോക നന്മയ്ക്കായിട്ട്, ഇവിടെയുള്ള എല്ലാവരുടെയും സംരക്ഷണത്തിനായിട്ട്, അനുഗ്രഹിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചു. അവിടെ അതേ നിമിഷം തന്നെ സ്വയംഭൂവായിട്ട് ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയണത്. അങ്ങനെ അത് അവിടുന്ന് മാറ്റി സ്ഥാപിക്കാനായിട്ട്, ഇത് കുറേ വർഷങ്ങൾക്ക്, 4000 വർഷങ്ങൾക്ക് മുൻപേ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇതാണ് അവിടെ ശ്രീമൂലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ക്ഷേത്രമൊക്കെ പണിയണല്ലോ, നല്ല വലിയ ക്ഷേത്രങ്ങളൊക്കെ പണിതിട്ട് ഉയർന്ന രീതിയിലേക്ക് എത്തണം. അങ്ങനെ തമ്പുരാനൊക്കെ ക്ഷേത്രം പണിയാനായിട്ട് നോക്കുന്ന സമയത്ത് ആ വിഗ്രഹം അവിടെ നിന്ന് മാറ്റിയിട്ട് എടുക്കുമ്പോൾ ആ ആൽമരത്തിൻ്റെ ഒരു കൊമ്പ് തടസ്സമായിട്ട് നിന്നു എന്നാണ് പറയണത്. അപ്പോൾ ആ കൊമ്പ് മുറിക്കാനായിട്ട് നിന്നപ്പോൾ ഈ ശിവലിംഗത്തിൽ നിന്ന് രക്തം കണ്ടു എന്നാണ് പറയണത്. അപ്പോൾ ആ ഒരു സമയത്ത് പാക്കനാർ അവിടെ എത്തിയിട്ട് കുറച്ച് നെയ്യ് എടുത്തിട്ട് ആ മുറിവിൽ തേച്ചു. അപ്പോൾ അവിടുത്തെ ആ ഒരു രക്തത്തിൻ്റെ ഒഴുക്ക് നിന്നു. എന്നിട്ട് പിന്നെ ക്ഷേത്രം പുനഃപ്രതിഷ്ഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നെയ്യഭിഷേകം കൂടെ നടത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് അവിടെ പ്രതിഷ്ഠ നടക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെയ്മലയുണ്ടല്ലോ, അതിനുള്ളിലുള്ള യഥാർത്ഥ രൂപം എന്താണെന്ന് ആർക്കും അറിയില്ല എന്നാണ് പറയണത്. കുറേ വർഷങ്ങൾക്ക് 4000-ഓളം വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ആർക്കും അറിയില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ അത് അനിഷ്ട സംഭവങ്ങളുടെ സൂചനയായിട്ട് ആണ് എല്ലാവരും വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഈ നെയ്മലയുടെ ഒരു ചരിത്രവും നെയ്മലയുടെ ഒരു പ്രാധാന്യവും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ ആയിട്ട് പറയണത്. പിന്നെ ഇപ്പോൾ പൂരമൊക്കെ വരികയാണല്ലോ. അപ്പോൾ ഈ പൂരവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാമെന്നും കൂടെ വിചാരിക്കുകയാണ് കേട്ടോ. പണ്ട് കാലത്ത്, അതായത് ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് തൃശ്ശൂർ പൂരം ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ആറാട്ടുപുഴ പൂരമായിരുന്നു ഏറ്റവും കേമമായിട്ടുള്ള പൂരം. അപ്പോൾ എല്ലാ ദേശങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ ഭഗവതിമാർ എല്ലാവരും ആറാട്ടുപുഴയിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ ഈ തിരുവമ്പാടി, പാറമേക്കാവ്, അങ്ങനെയുള്ള ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ദേവിമാരും അവിടേക്കാണ് എത്തുക. അങ്ങനെ ഒരു വർഷം ആ സമയത്ത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ആ സമയത്തിന് എത്താനായിട്ട് സാധിച്ചില്ല. അതായത് പാറമേക്കാവ്, തിരുവമ്പാടി, ചൂരക്കൊട്ടുകാവ്, ലാലൂര്, കണിമംഗലം, അങ്ങനെ അയ്യന്തോള്, അങ്ങനെ കുറച്ച് ക്ഷേത്രങ്ങളുണ്ട്. അതിലുള്ള കുറച്ച് പേർക്കൊന്നും എത്താനായിട്ട് സാധിച്ചില്ല. എത്തുന്ന സമയമാകുമ്പോഴേക്കും കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭ്രഷ്ട് കൽപ്പിച്ചു എന്നാണ് പറയണത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ രാജാവിൻ്റെ അടുത്തു നിന്നാണ് പോണത്, എന്നിട്ടും അങ്ങോട്ടേക്ക് അവരെ കയറ്റിയില്ല. അപ്പോൾ എന്തായിരിക്കും? രാജാവിന് ഒരു ബുദ്ധിമുട്ട് തോന്നൂലോ, അദ്ദേഹത്തെ അവഹേളിച്ച പോലെയല്ലേ തോന്നുക. അങ്ങനെ അദ്ദേഹമാണ് തീരുമാനിക്കണത് ആറാട്ടുപുഴ പൂരത്തേക്കാൾ കേമമായിട്ടുള്ള ഒരു പൂരം തൃശ്ശൂർ വെച്ചിട്ട് നടത്താന്ന്. ഈ കുട്ടിയമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് കുട്ടിയമ്പലങ്ങൾ ഇപ്പോൾ വലിയ വലിയ അമ്പലങ്ങളാണ് കേട്ടോ. അന്ന് ഇവിടെ നിന്ന് പോകുന്ന എല്ലാ പൂരങ്ങളും കൂടി ചേർത്തിട്ട് വലിയൊരു പൂരമാക്കിയിട്ട് തൃശ്ശൂർ പൂരം നടത്താമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണ് എവിടെ
വടക്കുന്നാഥനെ കേന്ദ്രീകരിച്ചിട്ട് പാറമേക്കാവ് ഭഗവതി, തിരുവമ്പാടി ഭഗവതി. തിരുവമ്പാടി ഭഗവതിക്കാണ് കേട്ടോ പൂരം, തിരുവമ്പാടി കണ്ണനല്ല. അങ്ങേരെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കും. ഒരു സൂത്രക്കാരനൊക്കെയാണ്, എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ ഉണ്ടായിരിക്കും. പക്ഷെ ഭഗവതിക്കാണ് എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കുക. ഭഗവാന്റെ കോലത്തിൽ ഭഗവതിയുടെ തിടമ്പാണ് എഴുന്നള്ളിക്കുക കേട്ടോ. അപ്പോൾ തിരുവമ്പാടി ഭഗവതി, പാറമേക്കാവ് ഭഗവതി, ലാലൂര് ഭഗവതി, കണിമംഗലം ശാസ്താവ്, അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള വലിയൊരു പൂരമായിട്ട് ആഘോഷിക്കുകയാണ്. അപ്പോൾ പലരും ഈ ഒരു സംഭവം നടന്നതിന് ശേഷം, അതായത് ഇവർക്ക് ആറാട്ടുപുഴയിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ലല്ലോ, അങ്ങനെ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് ഇരിക്കുന്ന ആ ഒരു സമയത്ത് രാജാവ് ഇങ്ങനെ പലരും ഇങ്ങനെ തീരുമാനിക്കണമൊക്കെ ഉണ്ട്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ വടക്കുന്നാഥന്റെ അവിടത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വടക്കുന്നാഥന് ചുറ്റും, വടക്കുന്നാഥന്റെ ക്ഷേത്രമുണ്ട്, പിന്നെ പാറമേക്കാവും തിരുവമ്പാടിയൊക്കെ കുട്ടിയമ്പലങ്ങളാണ്. അവിടെ വലിയൊരു കാടാണ്, ഈ തേക്കിന്റെ കാടാണ്. നിറയെ തേക്കുമരങ്ങൾ, അതായത് വന്യമൃഗങ്ങളൊക്കെ അതായത് ജീവിക്കുന്ന ഒരു കാടായിട്ടാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലമാണല്ലോ, രാജവാഴ്ചയൊക്കെ ഉള്ള സമയമാണ്. ഈ വടക്കുന്നാഥന്റെ പടിഞ്ഞാറേ ഗോപുരം അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാലാണ് ഈ കാട്, പിന്നെ ഒന്നും നോക്കെത്താത്ത ആ ഒരു ദൂരം വരെ കാടുകളാണ്. അപ്പോൾ ഈ ശിക്ഷകൾ വിധിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തവരുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവരുടെ ശിക്ഷാവിധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പടിഞ്ഞാറേ ഗോപുരം അങ്ങോട്ട് തുറക്കും, അവരെ അങ്ങോട്ട് വിടും, പിന്നെ ആ വാതിലങ്ങോട്ട് അടയ്ക്കും. അപ്പോൾ ഈ പോകുന്നവർ കാട്ടിലേക്കാണ് പോകുക, അവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അവരൊരു ആക്രമിച്ചു കൊല്ലം എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. അങ്ങനെ പോയവരൊന്നും പിന്നീട് തിരിച്ചു വന്ന ചരിത്രം ഉണ്ടായിട്ടില്ല. അത്രയും പേടിപ്പെടുത്തുന്ന ഒരു കാടായിരുന്നു അവിടെ. അപ്പോൾ ഈ പൂരം നടത്താനായിട്ട് തീരുമാനിക്കുമ്പോൾ അതിന് സ്ഥലവും സൗകര്യമൊക്കെ വേണ്ടേ. ഇവിടെയാണെങ്കിലും കാടാണ്, കാട്ടിൽ എന്ത് പൂരം നടക്കുക. ആറാട്ടുപുഴ പക്ഷെ അങ്ങനെയല്ല, അവിടെ വലിയൊരു പാടാണ്, പണ്ടേ പാടങ്ങളാണ് അവിടെ. അപ്പോൾ ഈ പൂരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷികപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് കാർഷികോത്സവങ്ങൾ, അതൊക്കെയാണല്ലോ ഈ പൂരങ്ങളായിട്ട് ഉത്സവങ്ങളൊക്കെ ആയിട്ട് നടത്തുക. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആറാട്ടുപുഴയ്ക്ക് പോകും. അവിടെ എപ്പോഴാണ് കൃഷിയൊക്കെ തുടങ്ങേണ്ടത്, കൃഷി ആരംഭിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് തേവരെ ചാലുകുത്തും. അതാണ് ഈ പൂരത്തിൻ്റെ ഒരു പ്രത്യേകത. കൃഷിയുടെ ആരംഭമായിട്ട് കുറിച്ചുകൊണ്ട് ചാലുകുത്തും, അതാണ് പ്രത്യേകത. തൃപ്രയാർ തേവർ ആ ഒരു എഴുന്നള്ളിപ്പൊക്കെ വളരെ കേമാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ മുൻപ് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വലിയ പാടങ്ങളാണ്, ഇവിടെയാണെങ്കിലോ കാടാണ്. അപ്പോൾ ഈ കാട് വെട്ടിത്തെളിച്ചാൽ മാത്രമേ പൂരമൊക്കെ കേമായിട്ട് നടത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുകയാണ് ശക്തൻ തമ്പുരാൻ. കാട്, ഈ തെക്കിൻ കാട് എല്ലാതും വെട്ടിത്തെളിക്കണം എന്നുള്ളത്. അപ്പോൾ എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാറമേക്കാവ് അന്നൊക്കെ ആണെങ്കിൽ കോമരങ്ങളൊക്കെ തുള്ളി വന്നിട്ട് കൽപ്പനകളൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ ഒരു സമയം, അങ്ങനത്തെ ഇന്നുണ്ട്, അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ പാറമേക്കാവിലെ വെളിച്ചപ്പാട്, അവിടുത്തെ കോമരം തുള്ളി വന്നിട്ട് രാജാവിൻ്റെ മുന്നിൽ നിന്നിട്ട് കൽപ്പന പറയാണ്, ഇവിടെ കാട് വെട്ടിത്തെളിക്കാനൊന്നും പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാകും, ഇങ്ങനെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കോമരത്തിൻ്റെ കയ്യിൽ വാളുണ്ടായിരുന്നു, രാജാവിൻ്റെ കയ്യിലും വാളുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, അപ്പം തന്നെ ആ കോമരത്തിൻ്റെ ആ ശിരസ് അങ്ങോട്ട് ഛേദിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും പേടിയായി, പിന്നെ ആർക്കും ഒന്നും മിണ്ടാനായിട്ട് സാധിക്കണില്ല. അങ്ങനെ ശക്തൻ തമ്പുരാൻ്റെ തീരുമാനങ്ങളെ നടക്കുള്ളൂ എന്നുള്ള ആ ഒരു ഘട്ടം വന്നു. അങ്ങനെ എല്ലാവരും അദ്ദേഹം വിളിച്ചു വരുത്തിയിട്ട് കാടൊക്കെ വെട്ടി തെളിച്ചിട്ട് ഇപ്പം കാണുന്ന പോലെ അല്ല കേട്ടോ, എന്നാലും അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ തൃശ്ശൂർ റൗണ്ടൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, അദ്ദേഹമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിമയും കൂടെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ പൂരം നടത്താനായിട്ട് തീരുമാനിക്കുകയാണ്. ആറാട്ടുപുഴ പൂരം വരുന്നത് മീനമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ്. ഒട്ടും വൈകിച്ചില്ല, തൊട്ടടുത്ത മാസം മേടമാസത്തിലെ അതേ പൂരം നക്ഷത്രത്തിലെ തൃശ്ശൂർ പൂരമായിട്ട് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പൂരം നടത്താനുള്ള തീരുമാനമൊക്കെ ആയി. പാറമേക്കാവ് ഭഗവതി ഉണ്ട്, തിരുവമ്പാടി ഭഗവതി ഉണ്ട്. അപ്പോൾ കണിമംഗലം ശാസ്താവ് പറഞ്ഞു ഞാൻ ആദ്യം വരാം, ചെമ്പൂക്കാവിൽ അമ്മയുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് പൂരം നടത്തുകയാണ്. അപ്പോൾ ഈ പൂരത്തിൻ്റെ ഓരോരോ ചടങ്ങുകളും ഇപ്പോഴൊക്കെ വളരെ കേമായിട്ടാണ് കേട്ടോ നടത്തുക. അന്നൊന്നും പക്ഷേ അങ്ങനെയല്ല, അതിനൊക്കെ പരിമിതികളുണ്ട്. കാരണം 1-2 ആനകൾ അല്ലെങ്കിൽ 3-4 ആനകൾ അങ്ങനെയൊക്കെയുള്ളൂ. ഈ എന്താ പറയുക ചമയങ്ങൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് തിരുവമ്പാടിക്ക്. പാറമേക്കാവ് വന്നും കുറച്ച് കാശുകാരൊക്കെ ആയിരുന്നു കേട്ടോ, അവർക്ക് ചമയങ്ങളൊക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്നു. ആകെ 3-4 ആന ഉണ്ടായിരിക്കുള്ളൂ, എന്നാലും അവർക്ക് ചമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തിരുവമ്പാടിയിൽ അങ്ങനെയല്ല. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ ബ്രഹ്മസ്വം മഠമുണ്ട്, അവിടുത്തെ ഒരു സ്വാമിയാര് അദ്ദേഹം പറഞ്ഞു ചമയങ്ങളൊക്കെ, അതായത് ഈ നെറ്റിപ്പട്ടം ഇതൊക്കെ ഞാൻ തരാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, എൻ്റെ മഠത്തിലേക്ക് വന്നിട്ട് വാങ്ങണം എന്ന് പറഞ്ഞു. ഭഗവതി അങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞു. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് അദ്ദേഹത്തിനും ഭഗവതിനും ഒന്ന് പൂജിക്കാലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർ ശരി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് മഠത്തിൽ വരവ് എന്ന് പറഞ്ഞിട്ട് വളരെ വിപുലമായിട്ടുള്ള ഒരു ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം അത് ചടങ്ങ് മാത്രമായിട്ടാണ്, കാരണം ഇപ്പോൾ തിരുവമ്പാടിയുടെ അടുത്ത് ഒരുപാട് സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചടങ്ങ് ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു മഠത്തിൽ വരവ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ചടങ്ങ് കൂടെ ഉണ്ട്.
പിന്നെ തെക്കോട്ടിറക്കുണ്ട് ഈ ശക്തൻ തമ്പുരാനെ വണങ്ങാനൊക്കെ ആയിട്ട് പോകും. അങ്ങനെ ഒരിക്കൽ പണ്ട് പോകുന്ന സമയത്ത് ഈ പാറമേക്കാവ് എന്താ ചെയ്തതെന്നറിയോ? അവരെ ശീലക്കുടകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 3-4 ആനകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവർക്കുള്ള ശീലക്കുടകൾ, ഭംഗിയുള്ള വർണ്ണങ്ങളൊക്കെ ഉള്ള കുടകൾ അങ്ങടെ ഉയർത്തി. അപ്പോൾ പാവം തിരുവമ്പാടിക്കാർക്ക് അതൊന്നുമില്ല. അപ്പോൾ എന്താ ചെയ്യുക? അവർ കുട ഉയർത്തിയല്ലോ, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോഴാണ് പൂരല്ലേ, ഓലക്കുടകളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വേഗം അതെടുത്തുകൊണ്ട് വന്നിട്ട് ചൂടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ശീലക്കുട, ഇവിടെ ഓലക്കുട. അതാണ് കുടമാറ്റത്തിൻ്റെ തുടക്കം എന്നും കൂടെ പറയാറുണ്ട് കേട്ടോ. ഇപ്പോൾ വളരെ ഗംഭീരമാണ് കുടമാറ്റമൊക്കെ. പലതരത്തിലുള്ള വർണ്ണക്കുടകൾ, നല്ല ഭംഗിയിൽ ഇങ്ങനെ നിലയ്ക്കുകൾ തൂങ്ങി കിടക്കുന്ന കുടകൾ, ലൈറ്റ് കത്തുന്ന കുടകൾ, അങ്ങനെ മനോഹരമായിട്ടുള്ള കുടകളാണ്. ശരിക്കും മത്സരമാണ്, നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ തന്നെയാണ് ഈ കുടമാറ്റം എന്ന് പറയുന്നത്. കാണാനും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് കുടമാറ്റം തന്നെയാണ് കേട്ടോ. പിന്നെ അത്രയും കേമായിട്ടാണ് നടക്കുന്നത്. അന്ന് അങ്ങനെയായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒന്നാണ് ഇലഞ്ഞിത്തറമേളം. അത് പാണ്ടിമേളാണ് കേട്ടോ. അതിന് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ക്ഷേത്രത്തിനകത്ത് പാണ്ടി കൊട്ടാറില്ല, പാണ്ടിമേളം ഉണ്ടാകാറില്ല, പഞ്ചാരിയാണ് ഉണ്ടാകാറ്. പക്ഷേ ഇവിടെ വടക്കുന്നാഥിൻ്റെ അവിടെ, അതായത് പാറമേക്കാവിൻ്റെയാണ് അവിടെ കൊട്ടുക. ഇലഞ്ഞിത്തറമേളം എന്ന് പറഞ്ഞ, ഇലഞ്ഞിത്തറമേളം എന്നുള്ള പേരിൽ പാണ്ടിമേളം കിട്ടും. പെരുവനംകുട്ടന്മാരൊക്കെ അത് വളരെ കേമാണ്. അപ്പോൾ ഇവരെ പാണ്ടിമേളം കേമാക്കിയപ്പോൾ അവിടെ തിരുവമ്പാടി മഠത്തിൽ വരവ് കേമാക്കി. അത് പഞ്ചവാദ്യത്തോടൊപ്പം ഗംഭീരമായിട്ടാണ് അവിടുത്തെ മഠത്തിൽ വരവ്. അപ്പോൾ ഇവിടെ പാണ്ടിമേളം കൊട്ടുന്ന സമയത്ത്, ഇലഞ്ഞിത്തറമേളത്തിൻ്റെ സമയത്ത് അവിടെ പഞ്ചാരിമേള, അതായത് പഞ്ചവാദ്യം ഉണ്ടായിരിക്കും കേട്ടോ. രണ്ടും ഒരേ സമയത്തൊക്കെ തന്നെയാണ് നടക്കുക. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സരമാണോ എന്ന് തോന്നും. അത് മത്സരം എന്നതിലുപരി ഏറ്റവും മികച്ചതാക്കുക പൂരത്തിനെ. ഒരു ദേശത്തിൻ്റെ തന്നെ, അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പൂരമാണ്. നിരവധി പേര് വന്ന് കാണുന്ന പൂരങ്ങളാണ്. വിദേശത്തു നിന്ന് പോലും വരാറുണ്ട്. പണ്ട് കാലത്ത് കേട്ടിട്ടുള്ള അറിവാണ് കേട്ടോ. ഈ വെടിക്കെട്ടൊക്കെ വളരെ കേമാണ്. പുലർച്ചയ്ക്കുള്ള വെടിക്കെട്ടുണ്ട്, അതേപോലെ തന്നെ വൈകുന്നേരമുള്ള വെടിക്കെട്ടുണ്ട്. പുലർച്ചയ്ക്കാണ് ഏറ്റവും കേമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ വെടിക്കെട്ടിൻ്റെ സമയത്ത് ഒരിക്കൽ ഈ അമിട്ട് പൊട്ടുമ്പോൾ അതിൽ ഈ വിദേശികൾ, അതായത് സായിപ്പും മദാമയും കൂടെ കൈകൊട്ടിച്ചിരിക്കുന്ന ആ ഒരു രംഗമൊക്കെ ആ അമിട്ടിൽ നിന്ന് പൊട്ടി വിടർന്നിട്ടുണ്ടായിരുന്നു. അത്രയും കേമന്മാരായിട്ടുള്ള കലാകാരന്മാരായിരുന്നു അതൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം നിർഭാഗ്യവശാൽ എന്നും കൂടെ പറയണം കേട്ടോ, ഒരുപാട് പേർക്ക് അതിൽ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ അവരുടെ ആത്മശാന്തിക്കും കൂടെ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ പൂരം എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല. തീരുമാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെറും ചടങ്ങ് മാത്രമായിട്ടായിരിക്കോ അതോ വളരെ ആഘോഷമായിട്ടായിരിക്കോ നടക്കാമെന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും നല്ല തീരുമാനങ്ങൾ ഭരണാധികാരികൾക്ക് എടുക്കാനായിട്ട് സാധിക്കട്ടെ. നല്ല രീതിയിൽ അപകടങ്ങളൊന്നും കൂടെ പൂരം ആഘോഷിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. അതിനെല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയും വടക്കുന്നാഥൻ്റെയും ഭഗവതിമാരുടെയും ഒക്കെ അനുഗ്രഹം കൂടെ ഉണ്ടാകട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ഒരു ചോദ്യത്തിലൂടെ വടക്കുന്നാഥനെ കുറിച്ചും നെയ്മലയെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. വൈശാഖത്തിലെ അഷ്ടമിയാണ്, പോരാത്തതിന് വെള്ളിയാഴ്ചയും കൂടിയാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വരുന്നത് വളരെ വിശേഷമാണ്. കാരണം വളരെ അപൂർവമായിട്ടേ അങ്ങനെ വരാറുള്ളൂ. അപ്പോൾ മഹാലക്ഷ്മിക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയെ പൂജിച്ചു കഴിഞ്ഞാൽ, മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള സമ്പത്തും എന്താ പറയുക ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയുക. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ എല്ലാവർക്കും കൂടെ പറയാം കേട്ടോ. തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്ന് വൈകുന്നേരമാണ് വിളക്ക് കൊളുത്തുന്ന സമയത്ത് 5 തിരിയിട്ടിട്ടുള്ള ഭദ്രദീപം കൊളുത്തുക. എന്നിട്ട് മഹാലക്ഷ്മിയെ സങ്കല്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പോൾ മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഉണ്ടെങ്കിലും വിരോധമല്ല കേട്ടോ. ഭഗവാനുണ്ടല്ലോ, ഭഗവാൻ ഉണ്ടായാലും മതി. പിന്നെ വിളക്ക് വെച്ചാൽ തന്നെ അത് ഭഗവതിയുടെ സാന്നിധ്യമാണ്. എന്നിട്ട് അഷ്ടലക്ഷ്മിമാരെയാണ് പ്രാർത്ഥിക്കുക. അപ്പോൾ 8 ചിരാതുകൾ കൊളുത്തി വയ്ക്കുക. നെയ്യ് ഒഴിച്ച് കത്തിക്കണം, അതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ 8 തരത്തിലുള്ള പുഷ്പങ്ങൾ, അതിപ്പോൾ തുളസി, അതുപോലെ തന്നെ ഈ വെളുത്ത പൂക്കൾ ഉപയോഗിക്കണം എന്നാണ് പറയുക. വെളുത്ത നിറമാണ് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിറം. അപ്പോൾ നമ്മൾ വെള്ള വസ്ത്രങ്ങൾ അണിയുക. അതേപോലെ തന്നെ മുല്ലപ്പൂക്കൾ, ചെമ്പകം, മന്ദാരം അങ്ങനെയുള്ള പൂക്കൾ, പിന്നെ തുളസി, മാവിൻ്റെ ഇല അതൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. 8 എണ്ണം എന്നുള്ളത് അഷ്ടലക്ഷ്മിമാരായതുകൊണ്ട് പറയണതാണ്. ഓരോരുത്തർക്ക് കിട്ടുന്നത് പോലെയൊക്കെ സംഘടിപ്പിച്ചിട്ട് അത് അർച്ചന ചെയ്യാം. പിന്നെ 8 തരത്തിലുള്ള നേദ്യങ്ങൾ, ഇപ്പോൾ പാൽപ്പായസം, പഞ്ചസാര, കൽക്കണ്ടം, അങ്ങനെ 8 തരത്തിലുള്ള നേദ്യങ്ങൾ ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ട് ഭഗവതിയെ പ്രാർത്ഥിക്കുക. വെളുത്ത താമരയൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുമുള്ള ഐശ്വര്യം സമ്പത്തൊക്കെ വരുമെന്നാണ് പറയുക. അത് തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെയുള്ള അനുഭവങ്ങളും ഉണ്ട് കേട്ടോ.
ഒപ്പം തന്നെ ഓം മഹാലക്ഷ്മി നമ എന്നുള്ള ആ ഒരു നാമം ജപിക്കാം. ഇനി പറയാവുന്നവരെ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലാം, അല്ലെങ്കിൽ കനകധാര സ്തോത്രമൊക്കെ ചൊല്ലാം. അതൊക്കെ ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ധനാഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്, ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് അതൊക്കെ ചൊല്ലാറുള്ളത്. പിന്നെ ചിലയിടത്ത് കുടമൊക്കെ വെച്ചിട്ട്, നാളികേരം വെച്ചിട്ട്, മാവിൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് അണിഞ്ഞിട്ട്, കുങ്കുമൊക്കെ അണിഞ്ഞിട്ടും കൂടെ മഹാലക്ഷ്മി സങ്കല്പത്തിൽ പൂജകൾ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം എങ്ങനെയാണെങ്കിലും ഇന്നത്തെ ദിവസം ആരാധിക്കേണ്ടത് മഹാലക്ഷ്മിയെയാണ്, സർവ്വ ഐശ്വര്യങ്ങളെയും നമുക്ക് നേടിത്തരാനായിട്ട്. അപ്പോൾ സാധിക്കുന്നവരൊക്കെ അങ്ങനെ ചെയ്തോളൂ കേട്ടോ ഇന്ന് സന്ധ്യയ്ക്ക്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് നാമജപത്തെക്കുറിച്ചാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം 3,79,651 നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിലെ എല്ലാവർക്കും കൂടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ എല്ലാവരും നാമജപമൊക്കെ തുടർന്നുകൊണ്ട് പോയിക്കോളൂ കേട്ടോ. ഈ വൈശാഖത്തിലെ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ ഇരട്ടിയായിട്ടാണ് ഫലമൊക്കെ ലഭിക്കുക. അപ്പോൾ എല്ലാവർക്കും നാമം ചൊല്ലാനായിട്ട് സാധിക്കട്ടെ. അതിനുള്ള സമയവും സാഹചര്യമൊക്കെ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇനിയിപ്പോൾ ഭഗവാന്റെ വലിയ വലിയ നാമങ്ങൾ അല്ലെങ്കിൽ ശുദ്ധാശുദ്ധങ്ങളൊക്കെ നോക്കിയിട്ട് ചൊല്ലേണ്ടതിനൊന്നും കാത്തു നിൽക്കണ്ട. അതിന് പറ്റുന്നില്ലെങ്കിൽ നാരായണ നാമം മാത്രം ചൊല്ലിയാൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എല്ലാവരും മഹാലക്ഷ്മി പൂജയൊക്കെ ചെയ്യുക. ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇന്നത്തെ അലങ്കാരവും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.